ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഫോറിനേഴ്സ് ട്രിബ്യൂണൽ, യുവിൻ പോർട്ടൽ, പ്രസിഡൻസ് പവർ ഓവർ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ, ഷാഡോ ക്യാബിനറ്റ്, ഓപ്പറേഷൻ നാനെ ഫരിഷ്ടെ, പ്ലേസസ് ന്യൂസ് ആയിട്ട് ഒമാൻ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറിനേഴ്സ് ട്രിബ്യൂണലിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം അസാമിലെ ഫോറിനേഴ്സ് ട്രിബ്യൂണലിൻ്റെ ഒരു വിധിക്കെതിരായിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫോറിനേഴ്സ് ട്രിബ്യൂണലിൽ ഒരു ഫോറിനർ ആണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ള അയാൾ മരിച്ചു പോയിട്ട് ഇപ്പോൾ 2 വർഷമായി. പക്ഷേ അയാളെ ഫോറിൻ സിറ്റിസൺ ആണെന്ന് ഡിക്ലെയർ ചെയ്ത് തെറ്റാണെന്നും അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആണെന്നും പറഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ ഒരു വിധി റീസെൻ്റ്ലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 1 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ ഫോറിനേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന നിയമമാണ്. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് പാസ്സാക്കിയിട്ടുള്ള 1946 ഫോറിനേഴ്സ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോറിനേഴ്സ് ആക്ടിൻ്റെ സെക്ഷൻ 3 ഒരു വ്യക്തിയെ ഫോറിനറായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ഓർഡറുകൾ ഇറക്കാൻ പറ്റും. ആ ഓർഡറുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഫോറിനറായിട്ട് ഒരാളെ ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരപ്പെട്ട സ്ഥാപനം ഏതാണെന്ന് പറയാം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു മെക്കാനിസം പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സെക്ഷൻ 3 ഉപയോഗിച്ചുകൊണ്ട് 1964 ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ദ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ ഓർഡർ എന്ന് പറയുന്നത്. ഈ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഫോറിനേഴ്സ് ട്രിബ്യൂണലുകൾ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓർഡറും ഈ നിയമവും ഇന്ത്യയിൽ ഉടനീളം ബാധകമാണെങ്കിലും നിലവിൽ അസാമിൽ മാത്രമേ ഈ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഈ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ ഓർഡർ 1964 2013 2019 കേന്ദ്ര ഗവൺമെൻറ് അമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ആണ് ഈ കാര്യം ചെയ്യാറുള്ളത്. അവർ അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2019 അമെൻമെൻറ്റിന് മുമ്പ് വരെ ഇത്തരത്തിലുള്ള ട്രിബ്യൂണലുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അധികാരം, ഈ ട്രിബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രൊവിഷൻ പറയുന്നത് ഈ ഒരു നിയമത്തിലാണ്. അപ്പോൾ ഈ ട്രിബ്യൂണലുകളിലേക്കുള്ള മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക, അവരുടെ ക്വാളിഫിക്കേഷൻസ് തീരുമാനിക്കുക, ഈ വക അധികാരങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമായിരുന്നു. പക്ഷേ ഈ 19 അമെൻമെൻറ്റിലൂടെ ഇതിനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നിയമം അനുസരിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ 1946 നിയമവും അതുപോലെ തന്നെ ഈ ഓർഡറും അനുസരിച്ച് ഇന്ത്യയിൽ ഒരു വ്യക്തിയെ ഒരു ഫോറിനറായിട്ട് ഡിക്ലെയർ ചെയ്യാൻ, അയാൾ ഇന്ത്യക്കാരനല്ല ഒരു വിദേശിയാണെന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരമുള്ളത് ഈ ഫോറിനേഴ്സ് ട്രിബ്യൂണലുകൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണെന്ന് മനസ്സിലാക്കുക. അതായത് ഒരു കോടതിക്ക് സമാനമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന, എന്നാൽ കോടതിയല്ലാത്ത മറ്റുള്ള ട്രിബ്യൂണലുകൾ പോലെ തന്നെയുള്ള ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണെന്ന് ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് അസാമിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഇതൊരു വലിയ രീതിയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസാമിൽ ഈ അടുത്ത് നടന്നിട്ടുണ്ടായിരുന്ന നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസിൻ്റെ അല്ലെങ്കിൽ NRCയുടെ അപ്ഡേഷൻ ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അപ്ഡേറ്റഡ് NRCക്കകത്ത് പേര് വന്നിട്ടില്ലാത്ത ഒരു 19 ലക്ഷത്തോളം ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ NRCക്ക് എതിരായിട്ട് അപ്പീൽ ഫയൽ ചെയ്യാൻ പറ്റുന്ന അപ്പലറ്റ് അതോറിറ്റിയും അസാമിലുള്ള ഈ ഫോറിനേഴ്സ് ട്രിബ്യൂണലുകളായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ ഈ ഒരു നിയമവും ഈ ഒരു ഓർഡറും അനുസരിച്ച് ഇന്ത്യയിൽ ഒരു വ്യക്തിയെ ഫോറിനറായിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം ഈ ട്രിബ്യൂണലുകൾക്കാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഇന്ത്യയിൽ ഉടനീളം ഈ നിയമവും ഈ ഓർഡറും ബാധകമാണെങ്കിലും അസാമിൽ മാത്രമേ ഇതുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അതത് ഏരിയാസിലുള്ള ലോക്കൽ കോർട്ടുകൾക്കാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അധികാരമുള്ളത്. ഈ ഫോറിനേഴ്സ് ആക്ട് നടപ്പിലാക്കാനുള്ള അധികാരം ലോക്കൽ കോർട്ടുകൾക്കാണുള്ളതെന്ന് മനസ്സിലാക്കുക. അസാമിൻ്റെ കേസിൽ അവിടെ NRC അപ്ഡേഷനും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഇല്ലീഗൽ ഇമിഗ്രേഷനൊക്കെ ഉള്ളതുകൊണ്ട് അസാമിൽ മാത്രമേ ഈ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ ഇപ്പം നിലവിലുള്ളൂ. അപ്പോൾ ഈ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ ഓർഡർ 1964 ഇവന്തോ അത് നമ്മൾ ടെക്നിക്കലി പറയുന്ന സമയത്ത് ഇന്ത്യയിൽ ഉടനീളം ബാധകമാണെങ്കിലും പ്രാക്ടിക്കലി സ്പീക്കിംഗ് അസാമിൽ മാത്രമേ ഈ ട്രിബ്യൂണലുകൾ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് അസാമിന് മാത്രമേ പ്രാക്ടിക്കലി ഇത് ബാധകമായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് യുവിൻ പോർട്ടലിനെ കുറിച്ചാണ്. നമ്മുടെ ഇന്ത്യയിലെ ഇമ്മ്യൂണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ഇപ്പോൾ പൈലറ്റ് രീതിയിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് നടപ്പിലാക്കി തുടങ്ങും എന്ന് പറയുന്ന ഒരു പോർട്ടലാണ് യുവിൻ പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 1 ഒരു വാർത്ത വന്നിട്ടുണ്ട്, എ ഡിജിറ്റൽ വാക്സിൻ കാർഡ് ഫോർ എവറി ചൈൽഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ യുവിൻ പോർട്ടൽ എന്ന് പറയുന്നത് നമ്മൾ ഈ COVID-19 പാൻഡമിക് ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയിലെ വാക്സിനേഷൻ ഡ്രൈവിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കോവിൻ പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ അതിൻ്റെ മോഡലിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള അതിൻ്റെ റെപ്ലിക്കേഷനാണ് ശരിക്കും ഈ യുവിൻ പോർട്ടൽ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ യുവിൻ പോർട്ടലിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ കീഴിൽ വരുന്ന വാക്സിനേഷനും വാക്സിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ പോർട്ടലാണ് യുവിൻ പോർട്ടൽ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ പ്രഗ്നൻ്റ് വുമൺസ്, അതുപോലെ തന്നെ 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഇവർക്ക് കൊടുക്കുന്ന വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ യുവിൻ പോർട്ടലിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റയും കാര്യങ്ങളെല്ലാം തന്നെ യുവിൻ പോർട്ടലിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ മാറിയിട്ട് ഇത് ഇത്തരത്തിൽ ഒരു കുറച്ചും കൂടി ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡാറ്റ സെറ്റായിട്ട് മാറ്റാൻ ഇത് സഹായിക്കും എന്നാണ് പറയുന്നത്. ഇനി ഇത് കൂടാതെ യുഎൻ പോർട്ടൽ കാരണമുള്ള മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഈ യുഎൻ പോർട്ടലിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നത് കാരണം യുഎൻ പോർട്ടലിലൂടെ ഇന്ത്യയിൽ എവിടെ നിന്നും ആളുകൾക്ക് ഇത്തരത്തിൽ വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കോവിൻ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ COVID-19 വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിരുന്നത് പോലെ ഒരു QR ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റലി വെരിഫയബിൾ ആയിട്ടുള്ള ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഈ യുവിൻ പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പം നിലവിൽ ഈ യുവിൻ പോർട്ടൽ ഒരു പൈലറ്റ് മോഡിലാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാളിൽ ഒഴികെ ബാക്കിയുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറീസിലും ഈ യുവിൻ പോർട്ടൽ ഇപ്പോൾ പൈലറ്റ് ബേസിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓഗസ്റ്റ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഒരു കംപ്ലീറ്റ്ലി ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കും എന്നാണ് പറയുന്നത്. ഇനി യുവിൻ പോർട്ടലിൻ്റെ മറ്റ് ചില പ്രത്യേകതകൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഈ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്മ്യൂണൈസേഷൻ സർവീസസിൻ്റെ ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് ഈ യുവിൻ പോർട്ടൽ മാറും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രഗ്നൻസി ഡീറ്റെയിൽസ്, അതിൻ്റെ ഔട്ട്കം, അതുപോലെ തന്നെ ന്യൂ ബോൺ രജിസ്ട്രേഷൻ, ഇമ്മ്യൂണൈസേഷൻ അറ്റ് ബർത്ത്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ആളുകളുടെ വാക്സിനേഷൻ സ്റ്റാറ്റസ്, ഡെലിവറി ഔട്ട്കം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് റിയൽ ടൈമായിട്ട് അപ്ഡേറ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാക്സിനേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ കുട്ടികൾക്കൊക്കെയുള്ള വാക്സിനേഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾക്ക് ഈ യുവിൻ പോർട്ടലിനകത്ത് സെൽഫ് രജിസ്ട്രേഷൻ നടത്താൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർട്ടലിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ആൻഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷനിലോ ആളുകൾക്ക് സെൽഫ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അവരുടെ പ്രിഫേർഡ് ആയിട്ടുള്ള വാക്സിനേഷൻ സെൻറ്റേഴ്സ് അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോയിൻമെൻറ്റുകൾ ഷെഡ്യൂൾ ചെയ്യാനൊക്കെ ഈ പോർട്ടലിലൂടെ പറ്റും എന്നാണ് പറയുന്നത്. ഇനി ഈ പോർട്ടലിനകത്ത് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് SMS അലർട്ടുകൾ, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള SMS അലർട്ടുകൾ, അവരുടെ രജിസ്ട്രേഷൻ കൺഫർമേഷന്, അതുപോലെ തന്നെ അവരുടെ വാക്സിനേഷൻ ഡോസസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അടുത്ത വാക്സിനേഷൻ ഡോസ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിമൈൻഡർ മെസ്സേജസ്, അതുപോലെ തന്നെ മറ്റുള്ള ഈ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള അപ്ഡേറ്റ്സ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇതിലൂടെ വരും എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഈ യുവിൻ പോർട്ടലിൻ്റെ മറ്റൊരു ഉപയോഗമായിട്ട് പറയുന്നത് ഒരു ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള IDs ക്രിയേറ്റ് ചെയ്യാൻ ഈ പറയുന്ന യുവിൻ പോർട്ടൽ ഫെസിലിറ്റേറ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഹെൽത്ത് റെക്കോർഡ് മെയിൻ്റനൻസിന് സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്രസിഡൻസ് പവർ ഓവർ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ ആണ്. അതായത് സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങളുടെ മുകളിൽ അല്ലെങ്കിൽ ബില്ലുകളുടെ മുകളിലുള്ള ഈ പ്രസിഡന്റിൻ്റെ വീറ്റോ പവേഴ്സ് ആണ്. ഓക്കെ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പഞ്ചാബിലെ നിയമസഭ ഈ അടുത്ത കാലത്ത് പഞ്ചാബിലെ യൂണിവേഴ്സിറ്റീസിൻ്റെ ചാൻസലർ സ്ഥാനത്തിൽ നിന്ന് ഗവർണറെ റിമൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബില്ല് പഞ്ചാബിലെ ഗവർണർ പ്രസിഡന്റിൻ്റെ അസൻറ്റിന് വേണ്ടി അയച്ചിട്ടുണ്ടായിരുന്നു. പ്രസിഡന്റ് ഇപ്പോൾ ആ ഒരു ബില്ല് തിരിച്ചയച്ചതായിട്ടുള്ള അല്ലെങ്കിൽ റിട്ടേൺ ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 5 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ നിയമങ്ങളായിട്ട് മാറണമെങ്കിൽ ആർട്ടിക്കിൾ 200 അനുസരിച്ച് അതിന് സംസ്ഥാന ഗവർണറുടെ അസൻറ്റ് കിട്ടണം. ഇപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 111 പ്രസിഡന്റിൻ്റെ അസൻറ്റിനെ കുറിച്ച് പറയുന്നത് പോലെ ആർട്ടിക്കിൾ 200 ഗവർണറുടെ അസൻറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഗവർണറുടെ അസൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഈ സംസ്ഥാന നിയമസഭ പാസ്സാക്കിയൊരു ബില്ല് ഗവർണറുടെ മുന്നിൽ വന്നാൽ ഗവർണറിന് ആ ബില്ലിന് അസൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ആ ബില്ല് വിത്ത്ഹോൾഡ് ചെയ്യാം, അസൻറ്റ് കൊടുക്കാതിരിക്കാം. അതുമല്ലെങ്കിൽ മണി ബില്ലല്ലാത്ത ബില്ലുകളാണെങ്കിൽ ഗവർണർക്ക് അത് റിട്ടേൺ ചെയ്യാം. ഇനി അത് കൂടാതെ ചില സർക്കംസ്റ്റാൻസസിൽ സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന ചില ബില്ലുകൾ ഗവർണർക്ക് വേണമെങ്കിൽ പ്രസിഡന്റിൻ്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യാം. അപ്പോൾ ഏത് തരത്തിലുള്ള ബില്ലുകളാണ് പ്രസിഡന്റിൻ്റെ കൺസിഡറേഷനിലേക്ക് റിസർവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രമേ സ്പെസിഫിക് ആയിട്ട് പറയുന്നുള്ളൂ. അതായത് സംസ്ഥാന നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ഒരു ബില്ല്
ആ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ഹൈക്കോടതിയുടെ പൊസിഷനെ എൻഡേഞ്ചർ ചെയ്യുന്നതാണ്, അപകടപ്പെടുത്തുന്നതാണ് എന്ന് ഗവർണർക്ക് ബോധ്യം വന്നാൽ അത്തരത്തിലുള്ള ബില്ലുകൾ ഗവർണർ നിർബന്ധമായിട്ടും പ്രസിഡന്റിന്റെ കൺസിഡറേഷനിലേക്ക് റിസർവ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതല്ലാത്ത ബാക്കിയുള്ള ഏതൊക്കെ തരം ബില്ലുകളാണ് പ്രസിഡന്റിന്റെ കൺസിഡറേഷനിലേക്ക് റിസർവ് ചെയ്യേണ്ടതെന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെസിഫൈ ചെയ്യുന്നില്ല. പക്ഷേ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗവർണർമാർ പ്രസിഡന്റിന്റെ കൺസിഡറേഷനിലേക്ക് റിസർവ് ചെയ്യുന്ന മറ്റുള്ള ബില്ലുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസുമായിട്ട് കോൺഫ്ലിക്റ്റിലുള്ളതാണെന്ന് തോന്നുമ്പോഴാണ്. അതല്ലെങ്കിൽ DPSPs ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ഒരു ലാർജർ നാഷണൽ ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആണ്, അതായത് പൊതുവായിട്ടുള്ള ദേശീയ താല്പര്യത്തിനെതിരാണെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ഗ്രേവ് നാഷണൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് നോർമലി ഗവർണർ ഒരു ബില്ല് പ്രസിഡന്റിന്റെ കൺസിഡറേഷനിലേക്ക് ആക്കുക. ഇനി ഇതുകൂടാതെ ആർട്ടിക്കിൾ 31A അനുസരിച്ച് കമ്പൽസറി അക്വിസിഷൻ ഓഫ് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലുകളും ഇത്തരത്തിൽ പ്രസിഡന്റിന്റെ കൺസിഡറേഷനിലേക്ക് റിസർവ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ പൊസിഷൻ എൻഡേഞ്ചർ ചെയ്യുന്ന ബില്ലുകളുടെ കേസിൽ മാത്രമേ പ്രസിഡന്റിന് ഗവർണർ ബില്ല് റിസർവ് ചെയ്യണമെന്ന് നിർബന്ധമായിട്ടും പറയുന്നുള്ളൂ, അത് മാൻഡേറ്ററി ആയിട്ട് പറയുന്നുള്ളൂ. സോ ബാക്കിയുള്ള കേസുകളിലൊക്കെ ഇതൊരു പരിധിവരെ ഗവർണറുടെ ഡിസ്ക്രിഷൻ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വൺസ് ഇത്തരത്തിൽ ആർട്ടിക്കിൾ 200 അനുസരിച്ച് ഗവർണർ സംസ്ഥാന നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ഒരു ബില്ല് പ്രസിഡന്റിന്റെ കൺസിഡറേഷനിലേക്ക് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ലിന്റെ ഇനാക്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് പിന്നീട് ആർട്ടിക്കിൾ 201 അതായത് ഈ ബില്ല് പ്രസിഡന്റിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ പ്രസിഡന്റിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 201 അപ്പോൾ ആർട്ടിക്കിൾ 201 അനുസരിച്ച് ഇത്തരത്തിൽ പ്രസിഡന്റ് റിസർവ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കിയിട്ടുള്ള ബില്ല് പ്രസിഡന്റിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ, ഗവർണർ റിസർവ് ചെയ്തിട്ടുള്ള ഒരു ബില്ല് പ്രസിഡന്റിന്റെ മുന്നിൽ വന്നാൽ പ്രസിഡന്റിന് ആ ബില്ലിന് അസന്റ് കൊടുക്കാം. അസന്റ് കൊടുത്താൽ അതൊരു നിയമമായിട്ട് മാറും, അല്ലെങ്കിൽ അസന്റ് വിത്ത്ഹോൾഡ് ചെയ്യാം. ഇനി മണി ബില്ലല്ലാത്ത ബില്ലുകളാണെങ്കിൽ അത് തിരിച്ചയക്കാം. ഓക്കെ, അപ്പോൾ ഈ തിരിച്ചയക്കുന്ന കേസിലാണ് ഇവിടെ ഒരു ഡിഫറൻസ് ഉള്ളത്. ഇപ്പോൾ നോർമലി ആർട്ടിക്കിൾ 111 അനുസരിച്ച് പ്രസിഡന്റ് ഒരു ബില്ല് പാർലമെന്റിലേക്ക് തിരിച്ചയച്ചാൽ പാർലമെന്റ് ആ ബില്ല് പുനഃപരിശോധിക്കണം. പിന്നീട് ആ ബില്ല് അമെൻമെന്റോട് കൂടിയിട്ടോ അല്ലാതെയോ പ്രസിഡന്റിന് പാർലമെന്റ് ആ ബില്ല് പാസ്സാക്കിയിട്ട് വീണ്ടും അയച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് ആ ബില്ലിൽ പിന്നെ വിത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സംസ്ഥാന നിയമസഭ പാസ്സാക്കിയൊരു ബില്ല് പ്രസിഡന്റിന്റെ കൺസിഡറേഷൻ വന്ന് പ്രസിഡന്റ് അത് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം പീരിയഡിനകത്ത് സംസ്ഥാന നിയമസഭ ആ ബില്ല് റീകൺസിഡർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പാർലമെന്റിന്റെ കേസിൽ പാർലമെന്റ് അത് റീകൺസിഡർ ചെയ്യണമെന്നേ പറയുന്നുള്ളൂ, എത്ര കാലത്തിനകത്ത് എന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ അത് 6 മാസത്തിനകത്ത് റീകൺസിഡർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. സംസ്ഥാന നിയമസഭയിലേക്ക് പ്രസിഡന്റ് ഒരു ബില്ല് തിരിച്ചയച്ചു കഴിഞ്ഞാൽ വിത്തിൻ 6 മന്ത്സിനകത്ത് സംസ്ഥാന നിയമസഭ മസ്റ്റായിട്ടും ആ ബില്ല് റീകൺസിഡർ ചെയ്തിരിക്കണം. രണ്ടാമത്തെ കേസ്, സംസ്ഥാന നിയമസഭ ആ ബില്ല് റീകൺസിഡർ ചെയ്ത് ആ ബില്ല് വീണ്ടും പാസ്സാക്കിയെന്ന് വെക്കുക. അപ്പോൾ വീണ്ടും പിന്നീട് അത് ഗവർണറുടെ അടുത്തല്ല, പിന്നെ പ്രസിഡന്റിന്റെ അടുത്താണ് അത് പോകുന്നത്. ആ ബില്ലിന്റെ ഇനാക്ട്മെന്റിനകത്ത് പിന്നെ ഗവർണർക്ക് വേറെ റോളൊന്നുമില്ല. സോ രണ്ടാമത് വീണ്ടും അത് പ്രസിഡന്റിന്റെ അടുത്ത് പോകുന്ന സമയത്ത്, ഇപ്പോൾ പാർലമെന്റിന്റെ കേസിലാണെങ്കിൽ അത് പറയുന്നത് രണ്ടാമത്തെ പ്രാവശ്യം പാർലമെന്റ് പാസ്സാക്കിയ ഒരു ബില്ല് പ്രസിഡന്റിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റ് അസന്റ് വിത്ത്ഹോൾഡ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇത്തരത്തിലൊരു റെസ്ട്രിക്ഷൻ പറയുന്നില്ല. സോ ദാറ്റ് മീൻസ് പ്രസിഡന്റിന് രണ്ടാമത്തെ പ്രാവശ്യം ഈ ബില്ല് വന്നു കഴിഞ്ഞാലും പ്രസിഡന്റിന് വേണമെങ്കിൽ അസന്റ് വിത്ത്ഹോൾഡ് ചെയ്യാം, വേണമെങ്കിൽ വീണ്ടും ഇത് റിട്ടേൺ ചെയ്യാനും പറ്റുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആർട്ടിക്കിൾ 201 111 തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഷാഡോ ക്യാബിനറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഷാഡോ ക്യാബിനറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് ബേസിക്കലി നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അത്രത്തോളം ഫെമിലിയർ ആയിട്ടുള്ളൊരു ടോപ്പിക്കല്ല. ഇത് നമ്മൾ സാധാരണഗതിയിൽ വെസ്റ്റ് മിനിസ്റ്റർ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിനകത്ത് പറയുന്നതാണെങ്കിലും ബ്രിട്ടീഷ് പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഷാഡോ ക്യാബിനറ്റ് എന്നുള്ള വാക്ക് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അത് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 7 ഇപ്പോൾ ഒഡീഷയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള, അല്ലെങ്കിൽ നേരത്തെ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന നവീൻ പട്നായിക് ഒഡീഷയിലെ നിലവിലുള്ള BJP ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടബിലിറ്റി കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷാഡോ ക്യാബിനറ്റ് ഫോം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഷാഡോ ക്യാബിനറ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വെസ്റ്റ് മിനിസ്റ്റർ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്, പാർലമെൻ്ററി ഗവൺമെൻറ് നിലവിലുള്ള UK പോലുള്ള ചില വെസ്റ്റേൺ ഡെമോക്രസീസിലാണ് നമുക്ക് പോപ്പുലർലി കാണാൻ പറ്റുക. നോൺ വെസ്റ്റേൺ ഡെമോക്രസീസിലും അപൂർവമായിട്ട് ഇത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇറാനിലൊക്കെ ചില കാലഘട്ടങ്ങളിൽ ഷാഡോ ക്യാബിനറ്റുകൾ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നോർമലി ഈ UK സിസ്റ്റം ഓഫ് പാർലമെൻ്ററി ഡെമോക്രസി ഫോളോ ചെയ്യുന്ന ചില വെസ്റ്റേൺ ഡെമോക്രസീസിലാണ് നമുക്കിത് കാണാൻ പറ്റുക. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം പാർലമെൻ്ററി ഡെമോക്രസിയിൽ പാർലമെൻറ്റിൽ കൂടുതൽ സീറ്റ് കിട്ടുന്ന പാർട്ടിയാണ് ഭരിക്കുക.
അവർ പാർലമെൻറ്റിനോട് അക്കൗണ്ടബിൾ ആയിരിക്കും ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവ് എന്ത് ചെയ്യും? ഈ പറയുന്ന ഗവൺമെൻറ്റിലെ മിനിസ്റ്റേഴ്സിന് സമാനമായിട്ടുള്ള രീതിയിൽ ഷാഡോ മിനിസ്ട്രി ഫോം ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൽ ഒരു ആഭ്യന്തര മന്ത്രി ഉണ്ടെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു പാർലമെൻറ്റ് അംഗത്തിനെ, ഒരു പ്രതിപക്ഷ പാർട്ടിയിലെ പാർലമെൻറ്റ് അംഗത്തിനെ ഷാഡോ ഹോം മിനിസ്റ്റർ ആക്കി മാറ്റും. ഇപ്പോൾ ഈ ഷാഡോ ഹോം മിനിസ്റ്ററുടെ ജോലി എന്ന് പറയുന്നത് ഈ ഹോം മിനിസ്റ്റർ എടുക്കുന്ന ഡിസിഷൻസിനെ സ്ക്രൂട്ടനൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഈ ഒപ്പോസിഷൻ പാർട്ടികൾക്ക് ഗവൺമെൻറ്റിനെ സ്ക്രൂട്ടനൈസ് ചെയ്യാനും ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്താനും സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒപ്പോസിഷൻ പാർട്ടികൾ ഫോം ചെയ്യുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ക്യാബിനറ്റാണ് ഷാഡോ ക്യാബിനറ്റ് എന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ പർപ്പസ് ബേസിക്കലി ഈ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടബിലിറ്റി കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുക, അവരുടെ ഡിസിഷൻസിനെ കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് UK വളരെ ഫെമിലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇത് കൂടാതെ ഇപ്പോൾ ഈ UK സെയിം സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിലും, അതുപോലെ തന്നെ ഫ്രാൻസ് നമുക്കൊരു വെസ്റ്റ് മിനിസ്റ്റർ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഉള്ള രാജ്യമല്ല ഫ്രാൻസ്. പക്ഷേ ഫ്രാൻസ്, അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലും നമുക്കിത് കാണാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റുകളിലൊന്നും പെടാത്ത ഒരു സിസ്റ്റമുള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാനിലും ചില സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ഷാഡോ ക്യാബിനറ്റുകൾ ഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ജനറലി പറയുന്ന സമയത്ത് ഇത് വെസ്റ്റ് മിനിസ്റ്റർ സിസ്റ്റം ഓഫ് പാർലമെൻ്ററി ഡെമോക്രസി ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളിലാണ് കാണാൻ പറ്റുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഷാഡോ ക്യാബിനറ്റിൻ്റെ കേസ്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഓപ്പറേഷൻ നാനെ ഫരിഷ്ടെ എന്നുള്ളതാണ്. സോ ഇപ്പോൾ ഈ ഓപ്പറേഷൻ നാനെ ഫരിഷ്ടെയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ PIBക്കകത്ത് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് നമ്മുടെ ഇന്ത്യയിലെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് 2018 തൊട്ട് നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. സോ ഇപ്പോൾ ഈ നാനെ ഫരിഷ്ടെ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ വരുന്ന റെയിൽവേ സ്റ്റേഷൻസ് അല്ലെങ്കിൽ ട്രെയിനുകളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികളുണ്ടാവും. 18 വയസ്സിൽ താഴെ പ്രായമുള്ള ആളുകളുണ്ടാവും. അവർ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്നവരാവാം, അല്ലെങ്കിൽ പാരൻസിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരാവാം. ഇപ്പോൾ കുട്ടികളൊക്കെ ട്രെയിനിൽ അറിയാതെ കുടുങ്ങി പോകുന്നതൊക്കെ ആവാം. അപ്പോൾ ഇത്തരത്തിൽ കെയറും പ്രൊട്ടക്ഷനും ആവശ്യമായിട്ടുള്ള കുട്ടികളെ കണ്ടെത്താനും അവരെ ത്രൂ അപ്രോപ്രിയേറ്റ് അതോറിറ്റീസിലൂടെ അവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നതിനും വേണ്ടിയിട്ട് RPF നടത്തുന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നാനെ ഫരിഷ്ടെ എന്ന് പറയുന്നത്. ഇത് 2018 സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിഞ്ഞിരിക്കും. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് ഒമാനാണ്. സോ ഒമാൻ എന്ന് പറയുന്നത് ഈ അറേബ്യൻ പെനിൻസുലയുടെ സൗത്ത് ഈസ്റ്റേൺ കോസ്റ്റിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന റീജിയനിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. ഒമാൻ്റെ ക്യാപിറ്റലും അവരുടെ ലാർജസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് മസ്കറ്റാണ്. ഇപ്പോൾ ഒമാനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒമാനെക്കുറിച്ച് സാധാരണഗതിയിൽ പറയാറുള്ളത് ഇപ്പോൾ നിലവിലുള്ള ഈ അറേബ്യൻ പെനിൻസുലയിലുള്ള അല്ലെങ്കിൽ അറബ് വേൾഡിലുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ഈ ഒമാനാണ്. ഒമാന് ഇപ്പോൾ സൗദി അറേബ്യയൊക്കെ പോലെ തന്നെ ഒരു അബ്സല്യൂട്ട് മൊണാർക്കി നിലവിലുള്ള ഒരു രാജ്യമാണ് ഒമാൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഒമാൻ്റെ ജിയോഗ്രഫി നോക്കുന്ന സമയത്ത് ഇവരുടെ ക്ലൈമറ്റിൻ്റെ കേസിൽ മറ്റുള്ള ഈ അറേബ്യൻ പെനിൻസുലയിലൊക്കെ ഉള്ള മറ്റുള്ള രാജ്യങ്ങൾ പോലെ തന്നെയാണ്. വളരെ ഹോട്ടായിട്ടുള്ള ക്ലൈമറ്റാണ്, കുറേ ഡെസേർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അവരുടെ ജിയോഗ്രഫിയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 ഫാക്റ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പുറത്തായിട്ട് ഇവർക്ക് 2 ടെറിട്ടോറിയൽ എക്സ്ക്ലേവുകളുണ്ട്. ഓക്കെ, അതിലൊന്നിൻ്റെ പേര് മദ എന്നാണ്. മദ എന്ന് പറയുന്നത് ബേസിക്കലി ഈ UAEക്കകത്ത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനകത്ത്, ഷാർജ എമിറേറ്റിനകത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ടെറിട്ടോറിയൽ എക്സ്ക്ലേവ് ആണ്. ഓക്കെ, ആക്ച്വലി ഈ മദ എന്ന് പറയുന്ന എക്സ്ക്ലേവ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് UAEക്കകത്താണ്. ഈ മദ എക്സ്ക്ലേവിനകത്ത് UAEക്ക് വീണ്ടും ഒരു എൻക്ലേവ് ഉണ്ട്. അതിനെയാണ് നഹ്വ എൻക്ലേവ് എന്ന് പറയുന്നത്. ഇനി അത് കൂടാതെ ഈ ഒമാൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട എക്സ്ക്ലേവ് ആണ് മുസന്തം എന്ന് പറയുന്നത്. ഈ മുസന്തം എൻക്ലേവിൻ്റെ പ്രത്യേകത, ഈ മുസന്തം എൻക്ലേവ് കിടക്കുന്നത് ഈ ഒരു അറേബ്യൻ പെനിൻസുലയുടെ ഈ ഒരു ടിപ്പിലാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ ബോഡീസിലൊന്നാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഗൾഫ് ഓഫ് ഒമാനെയും പേർഷ്യൻ ഗൾഫിനെയും കണക്ട് ചെയ്യുന്ന സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ്. ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ഈ മുസന്തം എന്ന് പറയുന്ന എക്സ്ക്ലേവ് ഉള്ളത് കാരണം ഒമാന് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസുമായിട്ട് അതിർത്തി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആക്ച്വലി സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൻ്റെ ഒരു സദേൺ പാർട്ടിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഒമാൻ്റെ ഈ ഒരു എക്സ്ക്ലേവ് ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒമാൻ്റെ മറ്റുള്ള അതിർത്തി മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ യമൻ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങളുമായിട്ടാണ് ഒമാന് ലാൻഡ് ബോർഡർ ഉള്ളത്. ഇനി അതുപോലെ തന്നെ അവരുടെ സീ ബോർഡർ ഉള്ളത് അറേബ്യൻ സീയുമായിട്ടും ഗൾഫ് ഓഫ് ഒമാനുമായിട്ടും അവർക്ക് കോസ്റ്റ് ലൈൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇറാൻ അതുപോലെ തന്നെ ഈ ഗൾഫ് ഓഫ് ഒമാൻ്റെ ഇപ്പുറത്തായിട്ടാണ് പാകിസ്ഥാൻ കിടക്കുന്നത്. പാകിസ്ഥാനിലെ ഗ്വാദർ റീജിയനൊക്കെ ഗൾഫ് ഓഫ് ഒമാനിലേക്ക് ഓപ്പണിംഗ് ഉള്ള സ്ഥലമാണ്. സോ അപ്പോൾ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായിട്ട് ഒമാന് സീ ബോർഡർ ഉണ്ട്, അല്ലെങ്കിൽ മാരിടൈം ബോർഡർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഈ മുസന്തം എന്ന് പറയുന്ന എക്സ്ക്ലേവ് ഉള്ളതുകൊണ്ട് തന്നെ പേർഷ്യൻ ഗൾഫുമായിട്ടും സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസുമായിട്ടും ഒമാന് മാരിടൈം അല്ലെങ്കിൽ കോസ്റ്റ് ലൈൻസ് ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.